വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ അവതരണ ശൈലിയിലൂടെ മലയാള ദൃശ്യമാധ്യമ രംഗത്തെ നിറസാന്നിധ്യമായി മാറിയ അമൃത ടെലിവിഷന്റെ ഏറെ പ്രശംസനീയവും മാതൃകാപരവുമായ ഒരു കാൽവെപ്പായിരുന്നു ഈ മധ്യവേനൽ അവധിക്കാലത്ത് കേരളത്തിലെ കോട്ടയം, കണ്ണൂർ, തൃശൂർ എന്നീ 3 ജില്ലകളിലെ സ്കൂളുകളിലെ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി നടത്തിയ സൗജന്യ സമ്മർ ക്യാമ്പായ കളിയിലൽപ്പം കാര്യം സീസൺ 2. ഈ വർഷത്തെ കളിയിലൽപ്പം കാര്യം സീസൺ 2 ക്യാമ്പിന്റെ 3ാം ഘട്ടം 2026 മെയ് 18, 19 തീയതികളിൽ തൃശൂർ കുലപതി മുൻഷി ഭവൻസ് വിദ്യാമന്ദിർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. മെയ് 18-ാം തീയതി രാവിലെ മുതൽക്ക് തന്നെ ആരംഭിച്ച രജിസ്ട്രേഷൻ നടപടികൾക്കായി തൃശൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ ഒട്ടനവധി വിദ്യാർത്ഥികളാണ് തങ്ങളുടെ മാതാപിതാക്കൾക്കൊപ്പം ഭവൻസ് വിദ്യാമന്ദിർ ഓഡിറ്റോറിയത്തിൽ എത്തിയത്. അനുദിനം മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സമൂഹത്തിൽ സഹജീവികളോടുള്ള കാരുണ്യം, സ്നേഹം, ദയ എന്നിവയിലൂന്നിയ തികച്ചും മൂല്യവത്തായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അറിവ്, ആനന്ദം, ആഘോഷം എന്നിവ ആധാരമാക്കി അമൃത ടെലിവിഷൻ നേതൃത്വം നൽകി അവതരിപ്പിച്ച കുട്ടികളുടെ ഒരു അവധിക്കാല കൂട്ടായ്മയായിരുന്നു കളിയിലൽപ്പം കാര്യം സീസൺ 2. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായതോടുകൂടി ആങ്കർ ശിവാനി വേദിയിലെത്തി ക്യാമ്പിനെ കുറിച്ച് ഒരു ലഘു വിവരണം നൽകുകയുണ്ടായി. റെഡി? എനർജിക്കില്ലേ? ഒരു ഫുൾ ഡേ അടിച്ചു പൊളിക്കാനുള്ളതാണ്. സോ ഫുൾ എനർജി വേണം കേട്ടോ നമുക്ക്. ഓക്കെ ഓക്കെ നമസ്കാരം. ഇന്നൊരു സുദിനമാണ്. 21 വർഷക്കാലം മലയാളി മനസ്സിൽ ആസ്വാദനത്തിന്റെ ഋതുഭേദങ്ങൾ തീർത്ത ലോകാരാധ്യായ സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹാശസ്സുകളാൽ പവിത്രമായ അമൃത ടെലിവിഷൻ അതിൻ്റെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ പുതിയ ഒരു നാഴികക്കല്ല് കൂടി പിന്നിടുകയാണ്. ഇന്നും നാളെയുമായി സംഘടിപ്പിക്കുന്ന കളിയിൽ അല്പം കാര്യം സീസൺ 2 പവർഡ് ബൈ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് ഇൻ അസോസിയേഷൻ വിത്ത് ലാസ ഐസ്ക്രീം, ICL FinCorp ആൻഡ് ധനലക്ഷ്മി ബാങ്ക് എന്ന സൗജന്യ സമ്മർ ക്യാമ്പിലൂടെ അമ്മയുടെ ആശയങ്ങൾക്കും സന്ദേശങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിനിടയിൽ പ്രചാരം നൽകുക എന്ന ലക്ഷ്യവുമായി 2005-ൽ തുടക്കം കുറിച്ച അമൃത ടെലിവിഷന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥികളടക്കമുള്ള വ്യക്തികളുടെ മഹനീയ സാന്നിധ്യം നമുക്ക് ഏറെ അഭിമാനം പകരുന്ന ഈ സുന്ദര നിമിഷങ്ങളെ ധന്യമാക്കുന്നു. കളിയിൽ അല്പം കാര്യം, നമ്മുടെ സ്വന്തം സമ്മർ ക്യാമ്പ്. നമ്മുടെ സമ്മർ ക്യാമ്പിനെ പറ്റി 2 വാക്ക്. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി അമൃത ടെലിവിഷൻ സംഘടിപ്പിക്കുന്ന സൗജന്യ സമ്മർ ക്യാമ്പാണ് കളിയിൽ അല്പം കാര്യം. അനുദിനം മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സമൂഹത്തിൽ സഹജീവികളോടുള്ള കാരുണ്യം, സ്നേഹം, ദയ എന്നിവയിലൂന്നിയ തികച്ചും മൂല്യവത്തായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അറിവ്, ആനന്ദം, ആഘോഷം എന്നിവ ആധാരമാക്കി അമൃത ടെലിവിഷൻ നേതൃത്വം നൽകി അവതരിപ്പിക്കുന്ന കുട്ടികളുടെ അവധിക്കാല കൂട്ടായ്മയാണ് കളിയിൽ അല്പം കാര്യം. Powered by Willy White Toothpaste in association with Laza Ice Cream, ICL FinCorp and ധനലക്ഷ്മി ബാങ്ക്. ഈ കൂട്ടായ്മയിൽ കൂടെ നമ്മൾ എന്തൊക്കെയാ പഠിക്കാൻ പോണെന്ന് അറിയോ? നമുക്ക് കേട്ടാലോ? ഈ കൂട്ടായ്മയിൽ കൂടെ നമ്മൾ യോഗ, മൈൻഡ് ആൻഡ് ഫിസിക്കൽ ട്രെയിനിങ്, ആക്ടിംഗ്, സൂംബ, കളറി, വെൻട്രലോക്വിസം, ക്വിസിംഗ് ഗെയിം ഷോ, മോട്ടിവേഷണൽ സ്പീക്ക്, ഹാപ്പി പാരന്റിംഗ്, മീറ്റ് ദി സ്റ്റാർ, കേരള പൊളിറ്റിക്സ് ആൻഡ് കൾച്ചർ തുടങ്ങി വിവിധ വിഷയങ്ങളിലുള്ള അറിവ് അതാത് മേഖലയിലുള്ള വിദഗ്ധർ നിങ്ങളുമായി പങ്കുവയ്ക്കുകയും നിങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. 2 ദിവസത്തെ ക്യാമ്പിൻ്റെ സമാപന ചടങ്ങിൽ വെച്ച് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനോടൊപ്പം തന്നെ പരിശീലനത്തിൽ മികവ് കാട്ടുന്ന കുട്ടികൾക്ക് പാരിതോഷികവും നൽകുകയും ചെയ്യുന്നതാണ്. മാത്രമല്ല, മികച്ച കുട്ടികളുടെ ഡാറ്റാബേസ് അമൃത ടെലിവിഷൻ ഡിജിറ്റൽ വിഭാഗം ശേഖരിച്ച് വിവിധ വിഷയങ്ങളിൽ ടാസ്കുകൾ നൽകി അത് അവരവരുടെ സ്കൂളുകളിൽ അവതരിപ്പിച്ച് അതിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് അമൃത TVയുടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം നൽകുകയും ചെയ്യുന്നു എന്ന പ്രത്യേകത കൂടെ ഈ ക്യാമ്പിനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എനർജി നിൽക്കില്ലേ? ഓക്കെ. വിവിധ വിഷയങ്ങളിലെ അവതരണവുമായി ബന്ധപ്പെട്ട് നിരവധി വിശിഷ്ടാതിഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രസ്തുത വ്യക്തികളെ സ്വാഗതം ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ ക്യാമ്പിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിലേക്ക് കടന്നാലോ? 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമ്മർ ക്യാമ്പ് ഇവിടെ ഭക്തി നിർഭരമായി തുടങ്ങുകയാണ്. ഭദ്രദീപം കൊളുത്താനായിട്ട് മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി
പൂർണ്ണാമൃതാനന്ദപുരിയെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. നമുക്കിനി സ്വാമിജിയുടെ വാക്കുകളും ഫ്ലൂട്ട് മെഡിറ്റേഷനും ശ്രദ്ധിക്കാം കേട്ടോ. അതിനു മുമ്പായിട്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വാമിജിയെ പറ്റിയിട്ട് 2 വാക്ക്. നമുക്കെല്ലാം ആരാധ്യയായ ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ മുതിർന്ന സന്യാസി ശിഷ്യനും ലോകപ്രശസ്ത മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി കഴിഞ്ഞ 31 വർഷങ്ങളായി അമ്മയുടെ കാഴ്ചപ്പാടിലും പ്രേരണയിലും ആരംഭിച്ച അതിപുണ്യമായ ആത്മീയ മാനവിക പ്രവർത്തനങ്ങളിൽ നിരന്തരം പങ്കാളിയായി പ്രവർത്തിച്ചു വരുന്നു. ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ സ്വാമിജി ബാംഗ്ലൂരിലെ പ്രശസ്തമായ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിസർച്ച് സയൻറ്റിസ്റ്റ് ആയിരുന്നു. ജീവിത രഹസ്യത്തിനായുള്ള തിരച്ചിലിനിടെ സ്വാമിജി ആദ്യം അമ്മയെ കണ്ടു. അമ്മയുടെ മനുഷ്യരോടുള്ള ആഴത്തിലുള്ള സ്നേഹം, ലോക സമാധാനത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ദർശനം, അതിനേക്കാൾ പ്രധാനമായി അമ്മയുടെ ആഴത്തിലുള്ള ആത്മീയത എന്നിവ സ്വാമിജിയെ അതിഗൗരവമായി ആകർഷിച്ചു. അതിനുശേഷം സ്വാമിജി അമ്മയുടെ ഭക്തനായി മാറി. സ്വാമിജിയെ ആദരവോടെ പൊന്നാടി അണിയിക്കാനായി ക്ഷണിക്കുന്നു അമൃത TV ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് മിസ്റ്റർ അജയൻ കെ നായർ സർ. സ്നേഹാലോകസുമോഹനവദനാം കരുണാത്രാനത് നയനാം രമ്യാം ശ്രിതജനപാലന വ്യഗ്രാം സൗമ്യാം അമൃതാനന്ദമയീം പ്രണമാമി. ഓം അമൃതേശ്വരിയെ നമഃ. ഇവിടെ ഈ സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാ കുഞ്ഞുമക്കളെയും അവരുടെ രക്ഷകർത്താക്കളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമ്മ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളത് ലോകം ഒരു കുടുംബമായി മാറണം. അതിന് നമ്മിലെ ഭിന്നതകളൊക്കെ മാറണം. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഭാഷയുടെയും ദേശത്തിൻ്റെയും ഒക്കെ പേരിൽ മനുഷ്യർ കലഹിക്കുന്നു. ഈ ലോകം ഒരു യുദ്ധഭൂമിയായി മാറുന്നു. എല്ലാവരെയും ഒരുമിപ്പിക്കാൻ വേണ്ടിയാണ് അമ്മ അമൃതാനന്ദമയി മഠം സ്ഥാപിച്ചത്. ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും അമൃതാനന്ദമയി മഠത്തിൻ്റെ ശാഖകളുണ്ട്. അതുപോലെ ചിൽഡ്രൻസ് ഗ്രൂപ്പുണ്ട്. അതേപോലെ തന്നെ ഗ്രീൻ ഫ്രണ്ട്സ് ഉണ്ട്. പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ഗ്രീൻ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ ലോകം മുഴുവനുമുള്ള ഒരു കൂട്ടായ്മയെ പ്രതിനിധീകരിക്കുന്ന ക്യാമ്പാണിത്. ഇവിടെ ഇതിൻ്റെ പേര് തന്നെ എന്താണ്? കളിയിൽ അല്പം കാര്യം. കളിക്കാൻ ഇഷ്ടമല്ലേ നിങ്ങൾക്ക്? പഠിക്കുന്നതിനേക്കാൾ ഇഷ്ടം എന്താണ്? കളിക്കാനാണ് അല്ലേ? ഇനിയും പഠിക്കുന്നത് പോലും ഒരു കളിയായി മാറിയാലോ? പഠിക്കുന്നത് വെച്ചിട്ട്, പഠിക്കുന്ന സബ്ജക്ട്സ് വെച്ചിട്ട് കളിക്കാൻ പറ്റുമെന്നൊക്കെ അറിയാമോ? മാത്തമാറ്റിക്സ് ഇഷ്ടമാണോ? പക്ഷേ മാത്തമാറ്റിക്സ് അറിയാമെങ്കിൽ നമുക്ക് മ്യൂസിക് ഉണ്ടാക്കാൻ സാധിക്കും. ദർ ഇസ് മ്യൂസിക് ഇൻ മാത്തമാറ്റിക്സ്. അതറിയുമോ? ഇല്ല ഇല്ലേ? മാത്തമാറ്റിക്സ് കാൽക്കുലേഷൻസേ അറിയുള്ളൂ. ഇവിടെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സന്ദർഭങ്ങളെ എങ്ങനെ കളിയാക്കി മാറ്റണം, അതാ പഠിക്കാൻ പോകുന്നത്. അല്ലാണോ? ജീവിതത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സന്ദർഭങ്ങളെ കളിയാക്കി മാറ്റിയവരെയാണ് നമ്മൾ മഹാത്മാക്കൾ എന്ന് പറയുന്നത്. 4 ടൈപ്പ് ആൾക്കാർ ഈ ലോകത്തിലുണ്ടെന്നാണ് പറയുന്നത്.
അതിൽ നിങ്ങൾ ഏത് ടൈപ്പാണെന്ന് പറഞ്ഞു തരണം കേട്ടോ. മനസ്സിൽ പറഞ്ഞാൽ മതി, എല്ലാവരുടെ മുമ്പ് വെച്ച് പറയണ്ട. ഞാൻ 4 ടൈപ്പ് ആൾക്കാരെ കുറിച്ച് പറയാം. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം നിങ്ങൾ ഏത് ടൈപ്പാണെന്നുള്ളത്. According to the modern psychology, they say there are 4 types of people in this world. അപ്പോൾ 4 വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. സൈക്കോളജിസ്റ്റ് പറയുന്നത് they are affected by 3 of them are affected by disease. അതായത് ആദ്യത്തെ ഗ്രൂപ്പ്, the first group think I am okay, you are not okay. ഞാൻ പെർഫെക്റ്റാണ്, നിങ്ങൾ അങ്ങനെയല്ല. ഞാൻ ഭയങ്കര ബുദ്ധിമാനാണ്, നിങ്ങളൊക്കെ ഭയങ്കര വിഡ്ഢികളാണ്. ഞാൻ ധർമ്മപുത്രരാണ്, നിങ്ങളൊക്കെ കൗരവന്മാരാണ്. ഇങ്ങനെ അവരിൽ മാത്രം നന്മ കാണാൻ പറ്റുന്ന ഒരു വിഭാഗം. അവരുടെ അസുഖത്തിൻ്റെ പേരറിയുമോ? സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. അതായത് നമ്മിൽ മാത്രമേ നന്മയുള്ളൂ, മറ്റുള്ളവരൊക്കെ ദുഷ്ടന്മാരാണെന്ന് തോന്നുന്ന മനസ്സുകൾ. അത് രോഗമാണെന്നാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത്. ഈ രണ്ടാമത്തെ വിഭാഗം ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. നേരത്തെയുള്ള വിഭാഗത്തിൽ അവർക്ക് അവരുടെ സന്തോഷത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ, മറ്റുള്ളവരെക്കുറിച്ചൊക്കെ മോശം അഭിപ്രായമാണ്. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. അവർ വിചാരിക്കുന്നത് ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. ദ ജലസി ടൈപ്പ്, ദേ ആർ വറീഡ് അബൌട്ട് ദി ഹാപ്പിനെസ് ഓഫ് അതർ പീപ്പിൾ. അവർക്ക് മറ്റുള്ളവരുടെ സന്തോഷത്തിലാണ് വിഷമം. എന്നേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയോ? നമുക്ക് മാർക്ക് കിട്ടിയതിനകത്ത് ഒരു സന്തോഷമില്ല, അവന് മാർക്ക് കൂടുതൽ കിട്ടിയതിലുള്ള വിഷമമാണ്. അപ്പം മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങളിലുള്ള അസൂയ, അതാണ് അതിന് രോഗത്തിൻ്റെ പേരെന്താണെന്നറിയുമോ? ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഞാൻ അല്പം മോശമാണ്, ഇപ്പം മറ്റുള്ളവരെക്കാൾ ഞാൻ മോശമാണ് എന്ന തോന്നലുള്ളവർ. ദാറ്റ്സ് ഓൾസോ എ സൈക്കോളജിക്കൽ പ്രോബ്ലം. ഇനി മൂന്നാമത്തെ വിഭാഗം ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓൾസോ നോട്ട് ഓക്കെ. They cannot find any happiness in any goodness in them, and also they cannot find any goodness in other people. നമ്മിലും നന്മ കാണാൻ പറ്റുന്നില്ല, മറ്റുള്ളവരിലും നന്മ കാണാൻ പറ്റില്ല. അത് ഭയങ്കര ക്രോണിക് ഡിസീസാണ്. അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കാൻ ഭയങ്കര പ്രയാസമാണ്. എവിടെയെങ്കിലുമൊക്കെ നന്മകൾ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഡിസീസാണ്. ദ ഫോർത്ത് ടൈപ്പ് തിങ്ക് ഐ ആം ഓക്കെ, യു ആർ ഓൾസോ ഓക്കെ. നമ്മിലും നന്മകൾ കാണുന്നു, മറ്റുള്ളവരിലും നന്മകൾ മാത്രം കാണുന്നു. ഇങ്ങനെ ഒരവസ്ഥയിലെത്തുമ്പോൾ മനുഷ്യൻ മഹാത്മാവാകുന്നു. ദാറ്റ്സ് ദ ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി പേഴ്സൺ ആൻഡ് എ മഹാത്മാ. ഇപ്പം അമ്മയെപ്പോലെയുള്ളവർ കാണിച്ചു തരുന്ന അതാണ്. ഷീ സ്റ്റഡീഡ് ഓൺലി അപ് ടു 4th സ്റ്റാൻഡേർഡ്, ബട്ട് ഷീ ഈസ് ദ ചാൻസലർ ഓഫ് അമൃത യൂണിവേഴ്സിറ്റി. അപ്പോൾ 4ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, പക്ഷേ അമൃത യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ്. ലോകം മുഴുവനുമുള്ള ബ്രാഞ്ചുകളുള്ള ഏകദേശം 40-ലധികം യൂണിവേഴ്സിറ്റികളുമായിട്ട് അഫിലിയേഷനുള്ള അമൃത യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ്. ഷീ ഓൾറെഡി ഗോട്ട് 3 ഡോക്ടറേറ്റ് ഡിഗ്രീസ്. 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള അമ്മയുടെ ആദ്യത്തെ ഡോക്ടറേറ്റ് ഡിഗ്രി കൊടുക്കുന്നത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്ക്. അവിടെ ഞാനുണ്ടായിരുന്നു. സ്കോളേഴ്സ്, ലോകം മുഴുവനുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സ്കോളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സെറിമണി കഴിഞ്ഞിട്ട് അവർ ചിലർ അമ്മയുടെ അടുത്ത് ദർശനത്തിന് വന്നപ്പോൾ അവർ കുറേ ചോദ്യം ചോദിച്ചു. ഞാൻ അടുത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ദാറ്റ്സ് സോ ഡിഫിക്കൽട്ട് സയൻറ്റിഫിക് ക്വസ്റ്റ്യൻസ്, ഭയങ്കര പ്രയാസമുള്ള സയൻറ്റിഫിക് ക്വസ്റ്റ്യൻസാണ് അവർ ചോദിച്ചത്. പക്ഷേ അമ്മ വളരെ എളുപ്പത്തിൽ വളരെ ലളിതമായിട്ട് ഉത്തരം പറയുന്നത് കേട്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർ ചോദിച്ചു, അമ്മ, ഹൗ ക്യാൻ യു ഗിവ് ആൻസേഴ്സ് ഫോർ ദിസ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വിതൗട്ട് തിങ്കിങ്? ഇങ്ങനെ ചിന്തിക്കാതെ ഇത്ര കഠിനമായ
ശാസ്ത്രീയമായ ചോദ്യങ്ങളുടെ ഉത്തരം അമ്മയ്ക്ക് പറയാൻ സാധിക്കുന്നു. അപ്പോൾ അമ്മ പറഞ്ഞത് പറയാൻ പറ്റും, കാരണം എനിക്കൊന്നും അറിയില്ല. അമ്മ said, I can answer because I don't know anything. Then Amma made a beautiful statement. If you can become empty, you can enjoy the beauty of fullness. അമ്മ പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ല എന്ന തോന്നൽ ഉണ്ടായി കഴിയുമ്പോൾ എല്ലാ അറിവുകളും നിങ്ങളെ തേടിയെത്തും. അതായത് അഹങ്കാരമില്ലാതായാൽ അറിവ് നമ്മളിലേക്ക് ഈശ്വരൻ വർഷിക്കും. അപ്പോൾ അറിവിൻ്റെ കലവറ തുറക്കാൻ എന്ത് ചെയ്യണം? കുട്ടിയാവണം, കുഞ്ഞിൻ്റെ മനസ്സ് വേണം. അപ്പോൾ കുട്ടികൾക്കുള്ള ഗുണം എന്താണ്? അവർക്ക് കളിക്കാൻ ഉപകരണമൊന്നും വേണ്ട. ഒരു വടി കിട്ടിയാലും കളിക്കും, ഒരു സ്പൂൺ കിട്ടിയാലും കളിക്കും. ഒന്നുമില്ലെങ്കിൽ അവർ കൈയും കാലും അനക്കി കളിച്ചോളും. അതേപോലെ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത, ഇന്നസെൻസ് ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ യുവർ ഇൻ്റലിജൻസ്. അപ്പോൾ നിഷ്കളങ്കത, നിങ്ങളുടെ പരിശുദ്ധി, അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഞാൻ ഒരു അമ്മയുടെ ഫസ്റ്റ് വേൾഡ് ടൂർ നടക്കുമ്പോഴുള്ള ഒരു സംഭവം ഓർമ്മിപ്പിക്കാം. അതായത് ഫസ്റ്റ് വേൾഡ് ടൂർ സ്റ്റാർട്ട് ചെയ്തത് 1987 നിങ്ങളാരും ഉണ്ടാവില്ല ആ സമയത്ത്. ഉണ്ടായിരുന്നോ? 1987. അപ്പോൾ ഫസ്റ്റ് വേൾഡ് ടൂർ സ്റ്റാർട്ട് ചെയ്തു. കാലിഫോർണിയയിൽ അമ്മ നമ്മുടെ ആശ്രമത്തിൽ ദർശനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടീനേജ് ബോയ്, 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന, 9th ഗ്രേഡിൽ പഠിക്കുന്ന ഒരു ടീനേജ് ബോയ്, അവരുടെ അമ്മ അവരെ വലിച്ചിഴച്ചോണ്ടാണ് വരുന്നത്. അവന് കൂട്ടുകാരോടൊത്ത് കളിക്കണം, പക്ഷേ അവൻ്റെ അമ്മ അവനെ ഫോഴ്സ് ചെയ്ത് അമ്മ ദർശനം കൊടുക്കുന്ന ഹാളിൽ കൊണ്ടുവന്ന് ക്യൂവിൽ നിർത്തി. അവൻ അമ്മയുടെ അടുത്തെത്തിയപ്പോൾ ആ അമ്മ പറഞ്ഞു, അമ്മ, ഹീ ഈസ് എ സ്റ്റുപ്പിഡ്, മൈ സൺ ഈസ് എ സ്റ്റുപ്പിഡ്. എന്നിട്ട് അവനെക്കുറിച്ച് കുറേ കുറ്റങ്ങൾ. ഹീ ഫെയിൽഡ് ഇൻ 9th grade 3 times. അതായത് അവനെ കൊണ്ടിട്ട് പറഞ്ഞു, അമ്മ, ഇവനൊരു പടുവിഡ്ഢിയാണ്, ഇവന് 9ാം ക്ലാസ്സിൽ 3 തവണ തോറ്റു, ഇനി 1 തവണ കൂടി തോറ്റാൽ ഞാൻ ഇവനെ വീട്ടിൽ നിന്ന് പുറത്താക്കും, കാരണം എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അവൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചതാണ്, അപ്പോൾ എനിക്കിനി അവനെ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മ, ഞാനാണ് അമ്മയുടെ അടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിന്നത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മോനെ, അവനെ അമ്മയുടെ കൂടെ വിടാൻ പറ, 2 മാസം ടൂർ, 3 months ടൂറിന്. അതായത് 2 months ഇൻ US ആൻഡ് 1 month ഇൻ യൂറോപ്പ്. ഇങ്ങനെ 3 മാസം അമ്മ അവനെ വിട്ടു തന്നു. അപ്പോൾ അമൃതാനന്ദമയി അമ്മ എന്നോട് പറഞ്ഞു, മോൻ അവനെ നോക്കണം. അന്ന് ഞാൻ വൈറ്റ് ഡ്രസ്സാണ്, അന്ന് എനിക്കായിരുന്നു ഓഡിയോ വീഡിയോയുടെ ചാർജ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നേരത്തെ പോയിട്ട് അതൊക്കെ അറേഞ്ച് ചെയ്യാനും കണക്ഷൻസ് കൊടുക്കാനും ഒക്കെ എന്നോടൊപ്പം ഇവനും ഉണ്ടായിരുന്നു. അങ്ങനെ 3 months ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തു, അവൻ്റെ ടെക്നിക്കൽ സ്കിൽ, ഒരു കാര്യം ടെക്നിക്കൽ സൈഡിലൊരു കാര്യം പറഞ്ഞാൽ അവൻ മറക്കാറില്ലായിരുന്നു. അത് കഴിഞ്ഞ് ടൂറ് കഴിഞ്ഞു, ഇവൻ മടങ്ങി വീട്ടിൽ പോയി. ആഫ്റ്റർ 15 years ലോസ് ആഞ്ചലസിൽ അഗെയിൻ അമ്മ 15th വേൾഡ് ടൂർ. ലോസ് ആഞ്ചലസിൽ ഇതുപോലൊരു ഹോട്ടലിൽ അമ്മയുടെ പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെ കുറേ ആളുകളുണ്ടാവും ലോസ് ആഞ്ചലസിൽ. അപ്പോൾ ഒരു യങ് മാൻ കോട്ട് സൂട്ടൊക്കെ എടുത്തിട്ട് എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, സ്വാമിജി, ഡു യു റെക്കഗ്നൈസ് മീ? ഇപ്പം ഞാൻ നോക്കി, ഇപ്പം ഞാൻ വിചാരിച്ചു ലോസ് ആഞ്ചലസിൽ കുറേ ഫിലിം സ്റ്റാർസ് അമ്മയെ കാണാൻ വരും, ഹോളിവുഡിൽ നിന്ന് ഫിലിം സ്റ്റാർസ് കാണാൻ വരും, അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അവൻ പറഞ്ഞു, സ്വാമിജി, ഐ ആം ദാറ്റ് സ്റ്റുപ്പിഡ് ബോയ് ഹൂ ഫെയിൽഡ് ഇൻ 9th grade 4 times. കാരണം ഈ ടൂറ് കഴിഞ്ഞിട്ട് മടങ്ങിപ്പോയിട്ടും
അവൻ വീണ്ടും തോറ്റു 9th ഗ്രേഡിൽ. അമ്മ അവനെ പുറത്താക്കി. അവിടെയൊക്കെ നമ്മൾ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ വീട്ടുകാരൊന്നും സംരക്ഷിക്കില്ല, ആരും ഉണ്ടാവില്ല. അപ്പോൾ അവൻ തീരുമാനിച്ചു മരിക്കുക. മരിക്കാൻ അവൻ കണ്ടുപിടിച്ച മാർഗം എക്സ്പ്രസ് ഹൈവേയിൽ കൂടെ നടക്കുക. ഒന്നുകിൽ വണ്ടി ഇടിച്ച് മരിക്കും, അല്ലെങ്കിൽ പോലീസ് പിടിച്ച് ജയിലിലിടും. ഏതായാലും അവനങ്ങ് നടക്കുമ്പോൾ ഒരു കാറ് വന്ന് പെട്ടെന്ന് നിർത്തി ഇവനെ വലിച്ച് അകത്തേക്ക് കയറ്റി സൈഡിലേക്ക് മാറ്റി നിർത്തി. നോക്കിയപ്പോൾ അവൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനാണ്. അവൻ ചോദിച്ചു, നീന്ത് വിഡിത്തമായി കാണിക്കുന്നത്, എന്തിനാ എക്സ്പ്രസ് ഹൈവേ കൂടെ നടക്കുക, വല്ല വണ്ടിയും തട്ടി മരിക്കില്ലേ? അപ്പോൾ അവൻ പറഞ്ഞു, മരിക്കാൻ തന്നെയാണ് നടക്കുന്നത്. അതെന്തിനാണ്? അപ്പോൾ അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഫ്രണ്ടിൻ്റെ അച്ഛൻ നേരെ അയാളുടെ കമ്പ്യൂട്ടർ ഷോപ്പിലേക്ക് കൊണ്ടുപോയി. അവിടെ സാധനങ്ങൾ എടുത്ത് കൊടുക്കുന്ന ഒരു ജോലി അവന് കൊടുത്തു. അയാളുടെ അച്ഛൻ, ഫ്രണ്ടിൻ്റെ അച്ഛൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഓരോന്ന് ചെയ്യുന്നത് ഇവൻ ആകാംക്ഷയോടെ നോക്കിയിരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഇതിലുള്ള താല്പര്യം കണ്ടിട്ട് ഫ്രണ്ടിൻ്റെ അച്ഛൻ ഇവനെ ഒരു കോഴ്സിന് ചേർത്തു, 6 months കോഴ്സ്. Within that 6 months course, he developed a software which a multinational company bought it for millions of dollars. അതായത് അവനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു. ഒരു വലിയ കമ്പനി അത് ലക്ഷക്കണക്കിന് ഡോളർ കൊടുത്ത് അത് വാങ്ങിച്ചു. അങ്ങനെ അവനൊരു കോടീശ്വരനായി. പെട്ടെന്ന് അത് കഴിഞ്ഞില്ല, അവനെ 4 വർഷത്തെ ഒരു പ്രത്യേക കോഴ്സ് പഠിപ്പിച്ച് അവരുടെ ഒരു ചെറിയ കമ്പനിയുടെ മാനേജറാക്കി, ഡയറക്ടറാക്കി. തീർന്നില്ല, അവൻ്റെ കൂടെ ഫസ്റ്റ് റാങ്കും വളരെ ഡിസ്റ്റിങ്ഷൻ മാർക്കും ഒക്കെ മേടിച്ച് വന്ന കുട്ടികൾ ഭാവിയിൽ അവൻ്റെ കീഴിൽ ജോലിക്കാരായി. ഗ്രേസ് ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ യുവർ ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസ് മാത്രം മതിയാവില്ല ജീവിതത്തിൽ വിജയിക്കാൻ. ഇവിടെ ഗ്രേസ് വേണം. ഗ്രേസ് കിട്ടാൻ എന്താ മാർഗം? നിങ്ങൾക്ക് ഈ എക്സാമിനൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട്, ഗ്രേസ് മാർക്ക്, മോഡറേഷൻ. ഗ്രേസ് മാർക്ക് കിട്ടണമെങ്കിൽ എന്തെങ്കിലും എഴുതി വെച്ചിരിക്കണം, ഇല്ലേ? ഒന്നും എഴുതാത്ത ആർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടോ? എക്സാം എഴുതാൻ പോയില്ല, ഗ്രേസ് മാർക്ക് കിട്ടുമോ? ഇല്ല. ഇതുപോലെ ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഗ്രേസ്, യു നീഡ് ടു ഡൂ സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പരിശുദ്ധി ഉണ്ടാവണം. പരിശുദ്ധി ഉണ്ടാകാനുള്ള എന്തെങ്കിലും കൂടെയൊക്കെ ചെയ്തിരിക്കണം ഈ ലോകത്തിൽ. പ്രകൃതിയെ നോക്കണം, ആകാശത്തെ നോക്കണം, ചെടികളെ നോക്കണം, പുഷ്പങ്ങളെ നോക്കണം, മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കാണണം, മനുഷ്യരിലെ നന്മകൾ കാണണം. അതിന് പണ്ട് ഗുരുകുലങ്ങളിൽ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഗുരുകുലത്തിൽ ചെല്ലുന്ന കുഞ്ഞിനോട് പണ്ട് 12 വർഷക്കാലം രാജകുമാരനാണെങ്കിലും ഗുരുകുലത്തിൽ ചെല്ലണം. അവിടെ നോ 5-star അക്കോമഡേഷൻ, നോ ടേസ്റ്റി ഫുഡ്, നോ ഇൻ്റർനെറ്റ് കണക്ഷൻ, നോ മൊബൈൽ ഫോൺ, നോ കമ്പ്യൂട്ടേഴ്സ്. They had to stay with the master for 12 years. 12 വർഷക്കാലം ഗുരുകുലത്തിൽ താമസിച്ച് പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുമായിരുന്നത്. ഫസ്റ്റ് ലെസൺ ഗിവൺ ബൈ ദ മാസ്റ്റർ. ആദ്യം പഠിപ്പിക്കുന്ന പാഠം മാതൃദേവോ ഭവ. കുഞ്ഞെ, നിൻ്റെ അമ്മ ഈശ്വരനാണ്. അമ്മയിൽ നന്മ കാണുക. അന്മയിൽ നന്മ കാണാത്ത ഒരാൾക്ക് ഒരിക്കലും ജീവിതത്തിൽ വിജയമുണ്ടാവില്ല. ഫസ്റ്റ് ലെസൺ ഓർത്ത് വെച്ചോണം. ഇഫ് യു കനോട്ട് ഫൈൻഡ് ഗുഡ്നെസ് ഇൻ യുവർ മാം, യു വിൽ നെവർ ബി ഏബിൾ ടു ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ്. സോ ഗെറ്റ് ദ ബ്ലെസ്സിങ്സ് ഓഫ് യുവർ മാം ഫസ്റ്റ്. അപ്പം മേക്ക് യുവർ മാം ഹാപ്പി. റെഡിയാണോ? അമ്മയെ സന്തോഷിപ്പിക്കാറുണ്ടോ? അതോ കരയിക്കുകയാണോ ചെയ്യുന്നത്? അമ്മയെ മാത്രമല്ല, നെക്സ്റ്റ് ലെസൺ ഈസ് പിതൃദേവോ ഭവ. ട്രൈ ടു സീ ഗുഡ്നെസ് ഇൻ യുവർ ഫാദർ. അച്ഛനിലും നന്മകൾ കാണാൻ ശ്രമിക്കുക. ദെൻ ട്രൈ ടു സീ ഗുഡ്നെസ് ഇൻ യുവർ ടീച്ചേഴ്സ്. റെസ്പെക്ട് യുവർ മാം, റെസ്പെക്ട് യുവർ ഫാദർ, റെസ്പെക്ട് യുവർ ടീച്ചേഴ്സ്. ട്രൈ ടു സീ ഗുഡ്നെസ് ഇൻ എവരി വൺ. എല്ലാവരിലും നന്മകൾ കാണുമ്പോൾ
നമ്മിലെ നന്മകളാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്, ഉണരുന്നത്. ദാറ്റ് ഈസ് ദ ഈസിയസ്റ്റ് വേ ടു ഗെറ്റ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം വേണം നമുക്ക് ജീവിതത്തെ കളിയാക്കി മാറ്റുവാൻ, അല്ലെങ്കിൽ ജീവിതം ഒരു സഫറിങ് ആയിട്ട് മാറും. എന്തും ആസ്വദിക്കാൻ പറ്റും, ഏത് കഠിനമായ കാര്യങ്ങളിലും വിജയിക്കാൻ പറ്റും, ഒട്ടും പേടിക്കാനില്ല. അതിന് നമുക്ക് കറക്ഷൻ ഷുഡ് ബി ഡൺ ഫ്രം ദ ഫിസിക്കൽ ലെവൽ. നമ്മുടെ ശരീരത്തിൻ്റെ തലത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പം നിങ്ങളെ കാണുമ്പം ഒരാൾക്ക് സന്തോഷം വരണം. നിങ്ങളെ കാണുമ്പോൾ ഒരാൾക്ക് പോയി ആത്മഹത്യ ചെയ്യാൻ തോന്നരുത്. എന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന ഒരു മുഖം വേണം. ഉണ്ടോ ചിരിക്കുന്ന മുഖം? നോക്കട്ടെ. നിങ്ങൾക്കെല്ലാം ചിരിക്കുന്ന മുഖമാണല്ലോ ഉള്ളത്. കണ്ണാടി നോക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ചിരിക്കുക. എപ്പോഴും ചിരിക്കാൻ പറ്റുമോ? ഉത്തരം പറയണം. എപ്പോഴും ചിരിക്കാൻ പറ്റുമോ? ഇത്ര സ്മാർട്ടല്ലെന്ന് തോന്നുന്നു നിങ്ങളില്ലേ? സ്മാർട്ടാണോ? സ്മാർട്ടല്ലല്ലേ? സ്മാർട്ടാണോ? റെസ്പോണ്ട്. ഉത്തരം പറ. സ്മാർട്ടാണോ? ഞാൻ സ്മാർട്ടാ. ഇങ്ങനെയാണ്. എല്ലാവരും നല്ല എനർജി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കാണുമ്പം മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ വരണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഴിവുകൾ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് എ ഇൻസ്പയറിങ് പേഴ്സണാലിറ്റി. നിങ്ങളെ കാണുമ്പം ആൾക്കാർക്ക് ഒരു ആകർഷണം തോന്നണം. നിങ്ങളിപ്പം പഠിച്ചുകൊണ്ട് മാത്രം നല്ല നിലയിൽ വരില്ല. നിങ്ങളൊരു ജോലിക്ക് പോകുമ്പോൾ, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒക്കെ നിങ്ങളുടെ പേഴ്സണാലിറ്റി അവർ നോക്കും, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നോക്കും, നിങ്ങളുടെ പ്രിനൗൺസിയേഷൻ നോക്കും, നിങ്ങളുടെ വേ ഓഫ് ടോക്കിംഗ് നോക്കും. ഇപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ നിങ്ങളെ ട്രെയിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ മാറ്റുക, പേഴ്സണാലിറ്റിയെ ഇൻസ്പയറിങ് പേഴ്സണാലിറ്റിക്ക് മാറ്റുക. അതിന് ഞാൻ നിങ്ങളെ ചിരിക്കാൻ മുതൽ തുടങ്ങാൻ പോവുക. എന്താ ബാക്കിയൊക്കെ അവർ ചെയ്തോടും. ഞാൻ ചിരിക്കാൻ പഠിപ്പിക്കാൻ പോവാണ്. റെഡിയാണോ? ഐ എം ഗോയിങ് ടു ടീച്ച് യു 6 types ഓഫ് ലാഫ്റ്റർ. 6 തരത്തിലുള്ള ചിരിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. റെഡിയാണല്ലോ അല്ലേ? ശബ്ദം പോരട്ടെ ഇങ്ങോട്ട്. റെഡിയാണോ? റെഡിയാണല്ലോ എനിക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. ആരും ഉറങ്ങുമല്ലോ അല്ലേ? ഉറങ്ങാമെന്ന് വിചാരിച്ചാലും സമ്മതിക്കത്തില്ല. പേടിക്കണ്ട, ഞാൻ അങ്ങോട്ട് വരും. ഇപ്പോൾ ലോർഡ് ബുദ്ധ സെയ്സ് യു ക്യാൻ സോൾവ് all your problems of life if you can perform your actions consciously. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബോധപൂർവം ചെയ്യാൻ പറ്റണം. നമുക്കിപ്പോൾ ശ്വാസം വിടുന്നത് പോലും നമ്മളെ ബോധപൂർവം അല്ല. അങ്ങനെ ആണെങ്കിൽ ശ്വാസം വിടുമ്പം നമ്മൾ ദീർഘമായിട്ട് ശ്വാസം വിടുമ്പം അത് അറിഞ്ഞുകൊണ്ട് ചെയ്താൽ വേറൊന്നും ചിന്തിക്കാൻ പറ്റില്ല. You will absorb maximum oxygen and പ്രാണശക്തി നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളിലേക്ക് എടുക്കും. ഇപ്പോൾ ആദ്യത്തെ കറക്ഷൻ ഞാൻ പറയട്ടെ, നട്ടെല്ല് നിവർന്നിരിക്കണം. നട്ടെല്ലുണ്ടോ? സ്പൈൻ ഷുഡ് ബി സ്ട്രൈറ്റ്. പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്ന് കുറേ കുട്ടികൾ പറയാറുണ്ട്. പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ നട്ടെല്ലിൻ്റെ പൊസിഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. നട്ടെല്ല് വളഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പഠിക്കുന്നതൊന്നും മനസ്സിലാവില്ല. യു നീഡ് ദ ഫുൾ കോപ്പറേഷൻ ഓഫ് യുവർ പ്രാണശക്തി. ഇപ്പോൾ നട്ടെന്ന് പറഞ്ഞിരുന്നോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇനിയും തുടങ്ങാൻ പോവാണ്. 6 types ഓഫ് ലാഫ്റ്റർ. ദ ഫസ്റ്റ് വൺ ഇൻ സംസ്കൃത് ഇറ്റ് ഈസ് കോൾഡ് സിത. ടുഗദർ സേ സിത. സിത. ലൗഡർ പ്ലീസ്. റൈറ്റ്. സിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ്യക്തമായ ചിരി, ചെറുപുഞ്ചിരി എന്ന് പറയാം. അതായത് നിങ്ങളുടെ പാസ്പോർട്ടിനോ അല്ല ആപ്ലിക്കേഷനോ എന്തെങ്കിലും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. നിങ്ങൾ ഫോട്ടോഗ്രാഫറുടെ മുന്നിൽ എങ്ങനെയാണ് ഇരിക്കാൻ പോകുന്നത്? ഇങ്ങനെയാണോ ഇരിക്കുക? അല്ലല്ലോ. എങ്ങനെ ഇരിക്കുക? ചെറുപുഞ്ചിരിയോടുകൂടി ഇരിക്കും. ഇത് കാണിച്ചിട്ട് ഷോമി, ഞാൻ ഫോട്ടോഗ്രാഫറാണ്, നിങ്ങളെങ്ങനെ ഇരിക്കാൻ പോകുന്നത്? വെരി ഗുഡ്. ഓൾ ഓഫ് യു ആർ വെരി ഗുഡ് ആക്ടേഴ്സ്. ഇപ്പം ചിരിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ പേരെന്താണ്? സീത. ലൗഡർ. നോട്ട് ഇനഫ്. സീത.
സീതയല്ല, സിത. റൈറ്റ്. ഇതിൻ്റെ അർത്ഥം എന്താ? ചെറുപുഞ്ചിരി. സേ ലൗഡർ. ചെറുപുഞ്ചിരി. ദ സെക്കൻഡ് വൺ ഈസ് ഹസിത. സേ ഹസിത. ലൗഡർ. ഹസിത എന്ന് പറഞ്ഞാൽ വ്യക്തമായ ചിരി. ശോഭി, ഇവിടെ ചിരി ചുണ്ടുകളിൽ മാത്രം പ്രതിഫലിച്ചാൽ പോരാ, കണ്ണുകളിലൂടെയും പ്രതിഫലിക്കണം. എ സ്മൈൽ കംസ് ഔട്ട് ഓഫ് ലവ്. സ്നേഹം കൊണ്ട് ചിരിച്ചു പോകുന്ന അത്. അപ്പോൾ ആദ്യത്തെ ചിരി നമ്മൾ എപ്പോഴും വേണം. അത് അപരിചിതരുടെ മുമ്പിലും ആദ്യത്തെ ചിരി ചിരിക്കാം, സിത. ഒരു പരിചയമില്ലാത്തവരുടെ മുമ്പിലും. പക്ഷേ രണ്ടാമത്തെ ചിരി നിങ്ങൾക്ക് അറിയുന്നവരുടെ മുമ്പിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ല അവർ വേറെ എന്തെങ്കിലും വിചാരിക്കും. അതുകൊണ്ട് രണ്ടാമത്തെ ചിരി എന്താ പേരെന്താ എൻ്റെ? ബിഗ് ഹസിത. സേ ഹസിത. ലൗഡർ. ഹസിത. ഹസിത മീൻസ് ക്ലിയർ സ്മൈൽ. അപ്പം നിങ്ങൾക്ക് അറിയുന്നവരെ കാണുമ്പോൾ, നിങ്ങളോട് സ്നേഹമുള്ളവരെ കാണുമ്പോൾ അറിയാതെ നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി വിടരും. അത് കണ്ണുകളിലൂടെയും പ്രതിഫലിക്കും. ഡാൻസ് പഠിച്ചവർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ? യു ബിക്കെയിം സോ ബ്യൂട്ടിഫുൾ. നിങ്ങൾ ഒരുപാട് സുന്ദരന്മാരും ആകുന്നു ഈ പുഞ്ചിരി മുഖത്ത് വരുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരുന്നു? ഹസിത. After showing a clear smile, you are not satisfied. You want to express more of your happiness. അതായത് ക്ലിയർ ആയിട്ടുള്ള ചിരി കാണിച്ചിട്ട് മതിയായില്ല, കുറച്ചും കൂടെ സന്തോഷം എക്സ്പ്രസ് ചെയ്യണം. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക? അതാണ് മൂന്നാമത്തെ ചിരി, വികസിത. സേ ലൗഡർ. വികസിത. വികസിത മീൻസ് അതായത് വ്യക്തമായ ചിരി കാണിച്ചിട്ടും തൃപ്തിയായില്ല, കുറച്ചും കൂടെ സന്തോഷമാകാമായിരുന്നു. അപ്പോൾ എന്തു ചെയ്യും? നിങ്ങൾ ചുണ്ടുകൾ വിടർത്തിയിട്ട് മുൻഭാഗത്തുള്ള നല്ല പല്ലെല്ലാം കൂടെ കാണിച്ചുകൊണ്ടൊരു ചിരിച്ചിരിക്കും. കാണിച്ചേ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വാട്ട് ഇസ് ദിസ്? Vikasita. Vikasita. Even after showing some of the best teeth you have, you are not satisfied. You want to express more of your happiness. കുറച്ച് മുമ്പിലുള്ള പല്ലൊക്കെ കാണിച്ചു നോക്കി, പക്ഷെ തൃപ്തിയായില്ല. കുറച്ചും കൂടെ സന്തോഷം എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ എന്തു ചെയ്യും? അപ്പോഴുള്ളൊരു ചിരിയുണ്ട്, ഈ കോൾഗേറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ കാണിക്കുന്ന പോലെ ഒരു ചിരി, എല്ലാ പല്ലും കൂടെ കാണിക്കുന്ന ചിരി. അതെപ്പോഴാണ് ഉണ്ടാവുമെന്നറിയോ? നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ല റിലേറ്റീവ്സ് കുറച്ച് പേര് വേറെ രാജ്യത്താണ്. എല്ലാ വർഷവും അവർ വരുമ്പം നിങ്ങൾ ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ വീട്ടിലൊന്ന് വരുമോ? പക്ഷേ ഇതുവരെ അവർ വന്നിട്ടില്ല. ഒരു ദിവസം വിതൗട്ട് എനി നോട്ടീസ്, ഒന്നും ആരോടും പറയാതെ അവരെല്ലാം കൂടെ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നു. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് കതക് തുറന്ന് നോക്കിയപ്പോൾ എല്ലാവരും നിൽക്കുന്നു മുമ്പിൽ. അപ്പം നിങ്ങളുടെ മുഖത്തൊരു ചിരി വിടരും, അത്ഭുതത്തിൻ്റെ ചിരി. ഒന്ന് കാണിച്ചേട്ടാ. പല്ല് കൊള്ളാവുന്ന, അകത്തെ പല്ല് നല്ലതാണെങ്കിൽ കാണിച്ചാൽ മതി കേട്ടോ. നല്ല അല്ലെങ്കിലും യു വിൽ ഷോ ഓൾ യുവർ ടീത്ത് വിതൗട്ട് തിങ്കിങ് അബൌട്ട് ദ കണ്ടീഷൻസ് ഓഫ് അതർ ടീത്ത്. മറ്റ് പല്ലുകളുടെ കണ്ടീഷൻ ഓർക്കാതെ എല്ലാം കാണിച്ചു പോകും ഇല്ലേ? അപ്പോൾ അതിന് ചിരി, ദ ലാഫ്റ്റർ ദാറ്റ് കംസ് ഔട്ട് ഓഫ് വണ്ടർ, അത്ഭുതത്തിൻ്റെ ചിരി. നോക്കട്ടെ, നിങ്ങൾ നല്ല ആക്ടേഴ്സാണെന്ന് നോക്കട്ടെ. ചിലർക്ക് വാ തുറക്കാൻ മടിയുണ്ട്, എനിക്കറിയാം കാര്യം, ഞാൻ പറയത്തില്ല. ഇതിൻ്റെ പേര് ഉപഹസിത. സേ ലൗഡർ പ്ലീസ്. ഉപഹസിത.
Even after showing all the teeth, you are not satisfied. You want to express more of your happiness. അതായത് നിങ്ങളൊരു തമാശ കേട്ടു, തമാശ കേട്ടിട്ട് ചിരി വന്നു, ഇപ്പം നിങ്ങൾ പല്ലെല്ലാം കാണിച്ചു നോക്കി, പക്ഷേ തൃപ്തിയായില്ല. Then what will you do? You add music. Show me. Along with me, please. No, then you don't have to learn the next rest too. If you want to learn the other two, you should practice this first. Okay? Ready? 1, 2, 3. Continuous. This is Atihasida. Say Atihasida. The last one is, even after adding music, you are not satisfied. You want to express more of your happiness. Suppose for the sports festival, your team won the overall trophy. How you express your happiness? You will scream and clap your hands. Do it. Scream. Only this one. You know how to scream, no? It's a chance for you to make noise. Do it. You are doing it every day, right? Not at all smart students. Very bad. Whole world will be watching your smartness, okay? So we can start again. Till you make it perfect, I have to train you. So keep your spine straight. I will say 1, 2, 3, 4, 5, 6. You are going to demonstrate it. The number 1, say Sita. Sita. Louder. Hasita. Vikasita. Upahasita. Atihasita. The last one is Apahasita. Apahasita in Malayalam, അട്ടഹാസം. അപ്പോൾ ഞാൻ 1, 2, 3, 4, 5, 6 എന്ന് പറയും. You are going to express it. So keep your spine straight. Fasten your seat belt. Become ready for the takeoff to the world of happiness. Laughter. അതായത് ചിരിയുടെ ലോകത്തിലേക്ക് പറന്നുയരാൻ പോവുകയാണ്. ദിസ് ക്യാൻ ബിക്കം എ മെഡിറ്റേഷൻ ടെക്നിക്. ഇതൊരു മെഡിറ്റേഷൻ ടെക്നിക്ക് കൂടിയാണ്. അതായത് ഒരു പൂ വിടരുമ്പോഴുള്ള ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്, അതേപോലെ എക്സ്പ്രഷൻ ഷുഡ് അപ്പിയർ ഓൺ യുവർ ഫേസ്. ഒരു പുഷ്പം വിടരുന്നത് പോലെ എക്സ്പ്രഷൻസ് നിങ്ങളുടെ മുഖത്ത് വിടരണം. then can become a laughter meditation technique. So keep your spine straight. Number 1, Sita, ചെറുപുഞ്ചിരി. Two, Hasita, clear smile. 3, Vikasita, front teeth. 4, Upahasita, wonder smile, Colgate smile. 5th, Atihasita, music. 6, Apahasita, sports laughter. Once again, make it perfect for Amrita TV, okay? Number 1, Sita, ചെറുപുഞ്ചിരി. 2, Hasita, clear smile. 3, Vikasita,
Front teeth. 4. Upahasita. Wonder smile. Toothpaste smile. 5. Atihasita. Music. 6. Sports laughter. There is one more laughter that you cannot imitate. നമുക്ക് അനുകരിക്കാൻ വയ്യാത്ത ഒരു ചിരി കൂടിയുണ്ട്. ദാറ്റ് ഈസ് ദ ലാഫ്റ്റർ ഓഫ് എ യോഗി ഇൻ സമാധി. ഒരു യോഗി സമാധി അവസ്ഥയിൽ എവിടെയും ഈശ്വരനെ കണ്ടുകൊണ്ട് കണ്ണുനീരോടെ നൃത്തം ചെയ്ത് നിലത്ത് കിടന്നുരുണ്ട് ചിരിച്ചു പോകുന്നു. കാരണം all the so-called sufferings of this world become an illusion. അതായത് നിങ്ങൾക്ക് ബുദ്ധൻ്റെ കഥ അറിയാം. ബുദ്ധൻ കുട്ടിക്കാലത്ത് ലോകത്തിൻ്റെ ദുഃഖങ്ങളുടെ പരിഹാരത്തെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ കൊട്ടാരം വിട്ട് കൊടുങ്കാട്ടിൽ ചെന്ന് കഠിനമായ തപസ് ചെയ്ത് സൂപ്പർ കോൺഷ്യസ് പ്ലെയിനിലേക്ക് ഉണർന്നു. അപ്പോൾ ബുദ്ധൻ ഒരു കാര്യം മനസ്സിലായി, ഈ ദുഃഖങ്ങളൊന്നും ഒക്കെ സ്വപ്നം പോലെയായിരുന്നു. ശരിക്കുള്ള ഈ ലോകം നേരത്തെ കണ്ട ലോകമല്ല. ഇത് എവിടെയും ഈശ്വരൻ്റെ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന സ്വർഗീയ സുന്ദരമായ സ്ഥലത്തിരുന്നാണ് ഞാൻ വിഷമിച്ചത് എന്ന് ഓർത്ത് ചിരിച്ചു പോകുന്നു. അതായത് ഒരാൾ കൊടുങ്കാട്ടിൽ പെട്ടുപോയി. ഭൂതപ്രേത പിശാചുക്കളും വിഷപ്പാമ്പുകളും വന്യമൃഗങ്ങളുമൊക്കെ നിറഞ്ഞ കൊടുങ്കാട്. അയാൾ പേടിച്ച് വിറച്ചു. രാത്രി സമയമാണ്, ഒന്നും വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. നേരം പുലരുവോളം ഭയന്നു വിറച്ച് അങ്ങനെ അവിടെ കഴിഞ്ഞു. നേരം പുലരാറായപ്പോൾ സൂര്യൻ്റെ സ്വർണ്ണരശ്മികൾ അവിടെയൊക്കെ പരന്നപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, കൊടുങ്കാട്ടിലല്ലായിരുന്നു, പുഷ്പങ്ങളും ഫലങ്ങളും പക്ഷികളുമൊക്കെ നിറഞ്ഞ ഒരു പൂങ്കാവനത്തിലാണ് താനെന്ന് അറിയുന്നു. ഇതുവരെ ഓർത്ത് വിഷമിച്ച വിഡ്ഢിത്തമോർത്ത് ചിരിച്ചു പോകുന്നു. ഇതേപോലെ ഈ ലോകം മുഴുവനും ഈശ്വരൻ്റെ ദിവ്യ സൗന്ദര്യം നിറഞ്ഞ സ്വർഗീയ സുന്ദരമായ സ്ഥാനമാണെന്നറിയുമ്പോൾ അറിയാതെ ചിരിച്ചു പോകുന്നു. അതറിയാൻ എന്താ വേണ്ടത്? പരിശുദ്ധി, യുവർ പ്യൂരിറ്റി. നിങ്ങളുടെ പരിശുദ്ധി മാത്രം മതിയാകും, വേറെ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ടി വരില്ല. ഈ പരിശുദ്ധി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും. ഈ പരിശുദ്ധി കിട്ടാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, യോഗ പഠിക്കുന്നത്, ധ്യാനം പഠിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു 10 മിനിറ്റ് ധ്യാനം കൂടെ ചെയ്തിട്ട് നമുക്ക് പിരിയാം. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഒരു കടൽ തീരത്തേക്കാണ്. ഇപ്പം ഇവിടെ കൊണ്ടുപോകുന്നില്ല. നിങ്ങളുടെ ധ്യാനത്തിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായി ആന്തരിക ലോകത്തിൽ ഒരു കടൽ തീരത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അവിടെ നിങ്ങൾ പോയി ഇരുന്നിട്ട് അസ്തമന സൂര്യനെ കാണുന്നതായിട്ട് ഭാവന ചെയ്യുക. അപ്പോൾ കടൽത്തീരത്തിരുന്ന് അസ്തമന സൂര്യനെ കാണുന്ന ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന ചില ഫീലിങ്സ് ഞാൻ ഓടക്കുഴലിൽ വായിക്കും. ഒരു പ്രത്യേക രാഗം, അസ്തമനത്തിൻ്റെ രാഗം വായിക്കും. അസ്തമനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? പകലിൻ്റെ മരണസമയമാണ്. അതായത് മേഘങ്ങൾ പകലിന് ചിതയൊരുക്കുന്ന സമയമാണ്. ഒരു വേദനയുടെ ശോകത്തിൻ്റെ ഛായ ഉണ്ടാവും. നിങ്ങൾ ഒറ്റയ്ക്ക് കടൽത്തീരത്ത് ഇരിക്കുകയാണെങ്കിൽ, അസ്തമ സൂര്യനെ നോക്കി ഇരിക്കുകയാണെങ്കിൽ, ഇവിടെ ഉണരുന്നത് ഈശ്വരനോടുള്ള മനസ്സിൻ്റെ തേങ്ങലായിരിക്കും, ഈശ്വരനുമായി ഒന്നു ചേരാനുള്ള വ്യഥയായിരിക്കും. അതിലൂടെ നമുക്ക് സാധാരണ കിട്ടുന്ന സന്തോഷത്തേക്കാൾ കൂടുതൽ സന്തോഷം കിട്ടുന്ന അനുഭവം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ധ്യാനിക്കാൻ തയ്യാറാണോ? അപ്പോൾ ഞാനൊന്ന് റെഡിയാവാം. അതുവരെ സംസാരിക്കരുത്. കൈയും കാലുമൊക്കെ അനക്കാം. പിന്നെ കൈയും കാലും അനക്കാനും പറ്റില്ല. അത് ശില പോലെ ഇരിക്കേണ്ടി വരും ധ്യാനിക്കാൻ. ഒരു പ്രതിമ പോലെ ഇരിക്കേണ്ടി വരും. ബുദ്ധൻ്റെ ഒക്കെ ഒരു പ്രതിമ കണ്ടില്ല, അതേപോലെ. അങ്ങനെ ഇരുന്നാൽ എന്ത് അത്ഭുതമാണ്
നമ്മളിൽ നടക്കുന്നത് എന്ന് നിങ്ങൾ അനുഭവിച്ചറിയുക. ആശ്വായം. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും ഈശ്വരനിൽ അലിഞ്ഞു ചേരാനായിട്ട് വെമ്പൽ കൊള്ളുന്നു. ആ വിരഹവേദന എല്ലാ വസ്തുക്കളിലും പ്രതിഫലിക്കുന്നു. അസ്തമന സൂര്യനെ കാണുമ്പോൾ ആ വിരഹവേദന നമുക്കും അനുഭവിക്കാൻ പറ്റുന്നു. വിരഹവേദനയുടെ ഈ രാഗം ശ്രദ്ധിക്കുക. അസ്തമന സൂര്യനെ ധ്യാനിക്കുക.
All of you can open your eyes. All of you, please repeat Om Shanti and feel the peace within. Om Shanti മന്ത്രം ഏറ്റു ചൊല്ലുക. നമ്മുടെ ഉള്ളിലെ ശാന്തി അനുഭവിക്കുക. ഓം ശാന്തി ശാന്തി ശാന്തി. Now you can open your eyes and relax. നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുകയായിരുന്നു. മ്യൂസിക് ഹാസ് എ മിസ്റ്റീരിയസ് പവർ ടു ഡിസോൾവ് അവർ മൈൻഡ്. സംഗീതത്തിന് നമ്മുടെ മനസ്സിനെ അലിയിച്ച് കളയാനുള്ള ശക്തിയുണ്ട്. നാച്ചുറൽ സീൻസ് ഹാസ് ദ പവർ ടു ഡിസോൾവ് ദ മൈൻഡ്. പ്രകൃതി ദൃശ്യങ്ങളിലേക്ക് നോക്കിയാലും നമ്മുടെ മനസ്സ് അലിഞ്ഞില്ലാതാകും. അപ്പോഴാണ് നമ്മുടെ ദിവ്യശക്തികൾ ഉണരുക. നിങ്ങൾക്ക് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന പല കഴിവുകളും നമ്മുടെ ഉള്ളിലുണ്ട്. അത് ഉണരാനുള്ള മാർഗം നിശബ്ദമായിട്ട് കുറച്ചു നേരം ഇരുന്ന് നമ്മുടെ ഭാവനകളെ ശുദ്ധീകരിക്കുന്ന രീതിയിലുള്ള ചിന്തകളിൽ ഏർപ്പെടുന്നു. പിന്നീട് ആ ചിന്തയും അലിയിച്ച് കളയുന്നു. അപ്പോഴാണ് നമുക്ക് ഈശ്വരൻ്റെ ലോകവുമായിട്ടൊരു കണക്ഷൻ കിട്ടുക. വി ക്യാൻ ഗെറ്റ് ട്യൂൺഡ് വിത്ത് ദ ഡിവൈൻ പ്ലെയിൻ, ദ സൂപ്പർ കോൺഷ്യസ് പ്ലെയിൻ, ഇഫ് യു നോ ഹൗ ടു ബിക്കം സ്റ്റിൽ. കീപ് യുവർ ബോഡി സ്റ്റിൽ, മൈൻഡ് സ്റ്റിൽ. ഇറ്റ്സ് എ ട്യൂണിങ് പ്രോസസ് ടു ഗെറ്റ് കണക്റ്റഡ് വിത്ത് ദ സുപ്രീം പവർ. അങ്ങനെ ചെയ്താൽ ജീവിതം ഒരു കളിയായി മാറും. കളിയിലും നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കും. അതിന് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അമൃത ടി വിയുടെ ഈ പ്രോഗ്രാം ലോകത്തിൽ മുഴുവനുമുള്ള കുട്ടികൾക്ക് പ്രചോദനമായി മാറട്ടെ. ഇത് സംഘടിപ്പിച്ച പ്രവർത്തകരോടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസ്മാർക്കും എല്ലാവർക്കും അമൃതാനന്ദമയി മഠത്തിൻ്റെ പ്രണാമങ്ങൾ. ഓം നമഃ ശിവായ.